പ്രത്യേക നിർദ്ദേശപ്രകാരം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നമ്മുടെ ഇവിടെയും ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു. നമ്മുടെ കുറേ കുട്ടികൾ ഈ ക്യാമ്പിൽ നമ്മുടെ സ്കൂളിൽ തന്നെ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ക്യാമ്പിൽ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിലെ 4 ക്യാമ്പുകൾ, നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റ് 3 വലിയൊരു അതിജീവനത്തിന്റെ പാതയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രളയക്കെടുതിയെ നമ്മുടെ മനസ്സെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മളിന്ന് വിദ്യാലയമൊക്കെ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. സന്തോഷത്തിന്റെ ദിനമാണെന്ന് ഞാൻ ഇന്നിവിടെ വന്നു കയറുമ്പോൾ ഏറ്റവും നന്നായി തന്നെ ആഹ്ലാദം നിറഞ്ഞ മുഖങ്ങളാണ് കണ്ടത്. കാരണം നമുക്ക് പലരും നഷ്ടപ്പെട്ടുവെങ്കിലും നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മനക്കരുത്തോടെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാം. പുസ്തകം നഷ്ടപ്പെട്ടവർക്ക്, യൂണിഫോം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം വിദ്യാലയങ്ങളിൽ അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. എല്ലാം നഷ്ടപ്പെട്ടതോ എന്ന് കരുതി ആശങ്കപ്പെടേണ്ടതില്ല. എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ നാടും അധ്യാപകരും സർക്കാരും എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തകരും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോവുക, മുൻപത്തേക്കാൾ മിടുക്കരായി പഠിക്കുക, കൂടുതൽ പഠന മികവോടെ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക. നമ്മൾ നിശ്ചയിക്കാതെ ഓഗസ്റ്റ് 15, 2018 ഓഗസ്റ്റ് 15 നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു സുദിനമായി മാറിക്കഴിഞ്ഞു. നിശ്ചയിക്കാതെ പെട്ടെന്ന് വന്ന പ്രളയജലത്തിൽ ആശകളും പ്രതീക്ഷകളും ഒലിച്ചുപോയ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സാന്ത്വനമായി ഈ സ്കൂളിലെ എല്ലാവരുടെയും കരുത്തുറ്റ കൈകൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ആത്മവിശ്വാസം വീണ്ടെടുക്കുക, എന്നും ദൈവത്തെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വിദ്യാലയത്തെയും നമ്മുടെ ഈ നാടിനെയും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവത്തിന്റെ പാദത്തിൽ കീഴിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ധൈര്യം നഷ്ടപ്പെടാതെ ധീരതയോടെ മുന്നേറുവാനായിട്ടുള്ള ഒരു വചനം നൽകുകയാണ്. എല്ലാ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പലതും നമുക്ക് എല്ലാം കുറേ നഷ്ടപ്പെടുകയും നമുക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കും. എത്രയും പേര് നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളിൽ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ജില്ലകളിൽ നഷ്ടപ്പെട്ടതിനനുസരിച്ച് നമ്മൾ നോക്കിയാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അതിനെ വെച്ച് നോക്കിയാൽ നമുക്ക് അത്ര അധികം നഷ്ടപ്പെടുത്തുന്നില്ല. ആകെ സ്ഥലത്ത് മാത്രമാണ് അധികം, ചാലക്കുടി ജില്ലയിൽ ആണ് നമുക്ക് അധികം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം പിന്നെ കാര്യം നമുക്ക് പല കുട്ടികൾക്ക് ഒരു വിഷമമുണ്ടാകും. പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട്, ബുക്കുകൾ നഷ്ടപ്പെട്ട്, വീടുകൾ, അതിനൊന്നും നമ്മൾ അധികം വിഷമിക്കേണ്ട. നമ്മൾ മനസ്സിൽ ഒരു ധൈര്യം വരുത്താൻ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു ജീവൻ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അതിന് നമ്മൾ വളരെ സന്തോഷിക്കാം. കേരള ചരിത്രത്തിലുണ്ടായ 99 വെള്ളപ്പൊക്കത്തെക്കാളും വളരെ ദയനീയമായ അതിഭീകരമായ ഒരു പ്രളയമാണ് നമ്മൾ നേരിട്ടത്. ആഗസ്റ്റ് 15 ആരംഭിച്ചത് ഈ പ്രളയം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒന്ന് ശാന്തമായത്. കുറേ പേർക്ക് കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു. കുറേ സ്കൂളുകളിലെ ലൈബ്രറികൾ, അതുപോലെ തന്നെ കുറേ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ, ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കേരളത്തിൽ ഇത് വളരെ വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കിയ പ്രളയമായിരുന്നു. കേരളത്തിൽ 33 ഡാമുകൾ ഒരുമിച്ച് തുറക്കുക എന്ന് പറയുന്നത് അതിഭയാനകവും അതിഭീകരവുമായ ഒരവസ്ഥയാണ് ഉണ്ടാക്കിയത്. ഒരാൾ പൊക്കത്തോളം വെള്ളം വന്നു. ചില സ്ഥലത്ത് 2 നില വരെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. ഏകദേശം 20,000 കോടിയോളം നാശനഷ്ടം സംഭവിച്ചെന്നാണ് പ്രാഥമിക കണക്കുകൾ. അനാധ്യാപകരുടെ കുട്ടികൾ നമ്മൾ 15-ാം തീയതി കൊടി ഉയർത്തി പോയതിന് ശേഷമാണ് നമുക്ക് കേരളമാകെ വിഴുങ്ങിയ ഒരു പ്രളയം അനുഭവപ്പെട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ടി.വിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ നമ്മളതിൻ്റെ വാർത്തകളിൽ കേരളം ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത